ഇന്ന് നമുക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരാം. എസ്രായുടെ പുസ്തകം വളരെ ചുരുക്കമായി നാം അത് വായിക്കാറുള്ളൂ. തുടർമാനമായി വായിക്കുന്നവർ നിശ്ചയമായും ഈ പുസ്തകത്തിലൂടെ കടന്നു പോയെങ്കിലേ സാധ്യമാകത്തുള്ളൂ. എന്നാൽ അത് നാം യെശയ്യാ പ്രവചനമോ സങ്കീർത്തനമോ ഒക്കെ വായിക്കുന്നത് പോലെ ഈ പുസ്തകം വായിക്കാറില്ല. എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എസ്രായുടെ പുസ്തകം. എസ്ര എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം സഹായം എന്നുള്ളതാണ്, ഹെൽപ്പ് എന്നുള്ളതാണ്. നെഹമായ അല്ലെങ്കിൽ നെഹമ്യാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കംഫർട്ട്, ആശ്വാസം എന്നുള്ളതാണ്. പ്രവാസത്തിൽ വസിക്കുന്ന വിശ്വാസികൾക്ക് ഈ സഹായം, കംഫർട്ട് അല്ലെങ്കിൽ ആശ്വാസം എന്നുള്ളത് എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ്. ദൈവം ആ പേരോടുകൂടി ഉള്ളവരെ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു. നമുക്ക് ഇസ്രായേലിന്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ദൂത്? ദൈവജനത്തിൻ്റെ യഥാസ്ഥാനം, മടങ്ങിവരവ്, അതാണിത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമുക്ക് വളരെ റെലവൻ്റാണ്. ദ റിസ്റ്റോറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ എന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശിക്ഷ അനുഭവിക്കുന്നു എങ്കിലും ആ ദൈവജനത്തിന് ദൈവം നൽകുന്ന കരുണയും സ്നേഹവും, ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഗോഡ്സ് ലവ് ഫോർ ദ ഡിഫീറ്റഡ് പീപ്പിൾ. പരാജയപ്പെട്ട സമൂഹം പ്രവാസത്തിലാണെങ്കിലും ദൈവം അവരോട് കാണിക്കുന്ന കരുണയും ദൈവസ്നേഹവും. 3, ഇതിൻ്റെ എല്ലാം മുകളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സർവാധിപത്യം, സോവറിനിറ്റി ഓഫ് ഗോഡ്. ഇതിനകത്തെ ചില കഥാപാത്രങ്ങളെയും വിശ്വാസികളെയും എല്ലാം നാം കാണുന്ന സമയത്ത് മുഴുവനായി നാം അതിനെ കാണുമ്പോൾ ഒരു ഓർക്കസ്ട്രയുടെ മുമ്പിൽ ഒരു കണ്ടക്ടർ നിന്ന് ആ ഗാനത്തെ അല്ലെങ്കിൽ ആ ഓർക്കസ്ട്രേഷനെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്ന ദൈവം തമ്പുരാൻ. അപ്പോൾ ഇന്ന സമയത്ത് വയലിൻ ആവശ്യമായതുകൊണ്ട് വയലിൻ വായിക്കാൻ ഒരാളെ നേരത്തെ അദ്ദേഹം അവിടെ കരുതി ഇരുത്തിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹത്തിന് ഒരു സമയത്ത് ഗാനത്തിൻ്റെ നടുവിൽ ആവശ്യമെന്ന് തോന്നുമ്പോൾ അതിനുവേണ്ടി ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന, ഗാന ഉപകരണം വായിക്കുന്നയാളിനെ ആ സ്ഥാനത്തിരുത്തുന്നത് പോലെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ദൈവത്തിന് ഉപയോഗിക്കത്തക്കവണ്ണം ചിലരെയൊക്കെ ദൈവം അവിടെ നിർത്തിയിരിക്കുക. കാരണം തമ്പുരാൻ്റെ കരം ചലിക്കുമ്പോൾ ആ വ്യക്തി ചലിക്കണം. എന്നാൽ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ കോരേസ് എന്ന് പറയുന്ന പാഴ്സി രാജാവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ തമ്പുരാൻ ചരിത്രത്തിൽ അങ്ങനെ ഒരു മഹൽ വ്യക്തിയെ അവിടെ നിർത്തി. കാരണം ദൈവജനത്തെ വിട്ടയക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സർവാധിപത്യം, ദ സോവറിനിറ്റി ഓഫ് ഗോഡ്, നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ കർത്തൃത്വവും സർവാധിപത്യവും ഒക്കെ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം ആശ്വാസം, സ്വസ്ഥതയുണ്ടാവുമെന്നറിയാം. പലപ്പോഴും നമ്മൾ ഇളകിപ്പോകുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ്. ഗോഡ് റെയിൻസ്, ദൈവം വാഴുന്നു, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വേദഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ പറയുന്നത് പ്രയോജനകരം ആകുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത് പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്ന കൂട്ടരുടെ ചരിത്രമാണ്. അവരുടെ ഒരു എക്സ്പെഡീഷൻ, അവരുടെ ഒരു റിട്ടേണിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ പുറപ്പാട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പുറപ്പാട് പുസ്തകത്തിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നത് പോലെ പ്രവാസത്തിൽ നിന്ന് അവർക്കായി ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന ഒരു പുറപ്പാടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രയേൽ ജനമെല്ലാം
ഒരുമിച്ച് ഒരു സമയത്ത് ഇറങ്ങി തിരിച്ചു. എന്നാൽ എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഒരുമിച്ച് അവർ പോയില്ല. 2-3 കൂട്ടരായിട്ടാണ് പോയത്. 537 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 50,000 പേർ മടങ്ങിപ്പോയി. 458 BC, ഏകദേശം 80 വർഷത്തിന് ശേഷമാണ് എസ്രായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ മടങ്ങിപ്പോയി. അതിന് ഏകദേശം 13 വർഷത്തിന് ശേഷം നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ മടങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ആ മടങ്ങിപ്പോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങൾ കാണാനും കഴിയുന്നു. ആ ഒരു റെസ്റ്റോറേഷൻ ഓഫ് സോഷ്യൽ ലൈഫ്, അവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ യഥാസ്ഥാനത്തിനാണ്. കാരണം രാജകീയ കുടുംബത്തിലുള്ള സെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. എസ്രായുടെ കാലത്തുണ്ടാകുന്ന മടങ്ങിപ്പോക്ക് ഒരു ആത്മീക ഉണർവിലേക്കുള്ളൊരു അനുഭവമാണ്, റിലിജിയസ് റെസ്റ്റോറേഷൻ. 444 നെഹമ്യാവിൻ്റെ കാലത്ത് ആ മടങ്ങിപ്പോക്ക് അവരുടെ രാജ്യത്തിൻ്റെ മതിലൊക്കെ പണിത് അവരുടെ പട്ടണത്തെയൊക്കെ ഉറപ്പിച്ച് രാജ്യത്തിൻ്റെ ഒരു യഥാസ്ഥാനം പോലെയാണ്. അപ്പോൾ നാം ഇതിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിസ്റ്റോറേഷൻ ഫോർ സോഷ്യൽ ലൈഫ്. രണ്ടാമത്തേത് റിസ്റ്റോറേഷൻ ഫോർ ദർ റിലിജിയസ് ലൈഫ്. 3 റിസ്റ്റോറേഷൻ ഫോർ ദർ നേഷൻ. അപ്പോൾ 3 കൂട്ടരായിട്ട് അവർ മടങ്ങിപ്പോവുകയാണ്. അവിടെ നമുക്ക് പല ഭാഗങ്ങളായി കടന്നു പോകുന്നത് എസ്രായുടെ പുസ്തകത്തിൽ വിഭാഗിച്ച് കാണാനായിട്ട് കഴിയും. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ പോകുന്നത് 1-2 അധ്യായത്തിൽ. 3-ാമത്തെ അധ്യായത്തിൽ ആരാധന യഥാസ്ഥാനപ്പെടുന്നത് കാണാൻ കഴിയും. 4-ാമത്തെ അധ്യായത്തിൽ എതിർപ്പാണ്. 5-6 അധ്യായത്തിൽ വീണ്ടും യഥാസ്ഥാനത്തിൻ്റെ ഒരു അനുഭവം കാണാൻ കഴിയും. 7-8 അധ്യായത്തിൽ എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങിപ്പോകുന്നതും 9-10 അധ്യായത്തിൽ ചില കാര്യങ്ങളിൽ നിന്ന്, അശുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വേർപെടുവാനുള്ള പ്രത്യേകമായ ആഹ്വാനം ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ തിരിച്ചുവരവിനെ, യഥാസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഈ യഥാസ്ഥാനം ആവശ്യമായി വന്നത് പ്രവാസത്തിലാണെന്ന് നമുക്കറിയാം. ആ പ്രവാസം എന്തുകൊണ്ട് ഭവിച്ചു എന്നുള്ളത് അറിയുന്നത് നന്നായിരിക്കും. ഈ ദൈവജനത്തിന് എക്കാലത്തും, അവരിൽ മാത്രമല്ല നമ്മളിലും, ഈ തമ്പുരാനെ വിട്ടുപോകാനുള്ളൊരു പ്രവണത, അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുക. പിന്നെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും കൊണ്ടാണ് ഈ വീഴാതെ വണ്ണം നിൽക്കുന്നത്. ദ ടെൻഡൻസി ടു എയർ അവേ, നമുക്ക് വിട്ടുപോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കെല്ലാം ഉണ്ട്. ഈ ദൈവജനത്തെ നോക്കിയാൽ ഏകദേശം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ കഴിയും. എപ്പോൾ ദൈവം അനുഗ്രഹം കൊടുത്താലും ദൈവം ഒരു വ്യവസ്ഥയോടുകൂടെ കൊടുക്കത്തുള്ളൂ. ഈ ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം എല്ലാവർക്കും പരിചിതമായ വാക്യങ്ങൾ ആണെന്നാണ് എൻ്റെ വിചാരം. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ വായിക്കും. അത് കഴിഞ്ഞുള്ളത് വായിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ 15 വാക്യങ്ങൾ ചിലപ്പോഴെങ്കിലും വായിച്ച് സന്തോഷിക്കും. അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും എല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഒരുത്തൻ നമുക്കെതിരായി ഒരു വഴിയായി വന്നാൽ 7 വഴിയായി പറഞ്ഞു വിടും. എന്ന് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ 15 കഴിയുമ്പോൾ മുന്നറിയിപ്പുകളുണ്ട്. നീ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നില്ലെങ്കിൽ ശാപം നിൻ്റെ നടുവിലേക്ക് കടന്നു വരും. ഈ ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ്, ഈ പ്രവാസമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, യഹോവ നിന്നെയും നിൻ്റെ മേലാക്കിയ രാജാവിനെയും നീ ആകട്ടെ നിൻ്റെ പിതാക്കന്മാരറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. താഴോട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തിൻ്റെ പ്രമാണം വിട്ടാൽ നിന്നെയും നിൻ്റെ രാജാവിനെയും നീ അറിയാത്ത ജാതികളുടെ അടുക്കിലേക്ക് അയക്കും, നീ അവരെ പോയി സേവിക്കും. അപ്പോൾ മിസ്രൈമിൽ നിന്നിറങ്ങി കനാനിൽ എത്തുന്നതിന് മുമ്പേ കനാനിൽ വന്ന് വീഴ്ച പറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് തമ്പുരാൻ എത്ര മനോഹരമായിട്ടുള്ള മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്. അത് ലഭിച്ച ജനമാണ് ഈ ജനം. ദൈവം പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന്, ആദ്യകാലങ്ങളിൽ ദൈവം അവരെ ഈ ഫെലിസ്ത്യരെ മിദ്യാന്യരെ ഒക്കെ അയച്ച് അവർക്കുള്ളതിനെയൊക്കെ കൊള്ളയിടും. ദൈവം ഒരു 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 ഫ്രോഡ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? തിരിച്ചു വരണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെലിസ്ത്യൻ കയറി വരും, അല്ലെങ്കിൽ മിദ്യാന്യർ കയറി വരും. എന്തിനാണെന്നറിയാമോ? വഴിയൊക്കെ ശരിയാകണം, നിൻ്റെ നടപ്പ് ശരിയാകണം, നിൻ്റെ ജീവിതം ശരിയാകണം. ഇതുകൊണ്ടൊന്നും അത്ര ശരിയായില്ല. പിന്നീട് അയച്ചത് ക്ഷാമവുമൊക്കെയാണ്. ഏലിയാവിൻ്റെ കാലത്ത്, ഏലിസായുടെ കാലത്ത് നമുക്കറിയാം, ക്ഷാമം. സ്വർഗം അടച്ചു, ആകാശത്തിൻ്റെ കിളിവാതിലങ്ങ് അടച്ചു, ഞെരുക്കം ഉണ്ടായി. എന്തിനാ? തിരിച്ചു വരാനുള്ള ഒരു സമ്മർദ്ദം തമ്പുരാൻ ഇടുക. അതും ശരിയായില്ല. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് തമ്പുരാൻ ഈ ജനത്തെ പ്രവാസത്തിലേക്ക് പോകാൻ അനുവദിച്ചത്. BC 605 നെബൂഖദ്നേസർ കടന്നു വന്നു. രാജകീയ ആ കുടുംബത്തിലും വളരെ ശ്രേഷ്ഠമായ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുപോയി. ദേശം നശിപ്പിച്ചില്ല. ആദ്യം അതാണ് ചെയ്തത്. 597 വീണ്ടും വന്നു. ഇപ്രാവശ്യം അവിടെ കരകൗശല പ്രവൃത്തിയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആർട്ടിസാൻസൊക്കെ ഉണ്ട്. അങ്ങനെ കഴിവുള്ളവരെ, താലന്തുള്ളവരെ ഒക്കെ കൊണ്ടുപോയി. പിന്നെയും ദേശത്തെ അങ്ങ് നശിപ്പിച്ചില്ല. എന്നാൽ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരു യഥാസ്ഥാനമില്ലാതെ പോയതുകൊണ്ട് BC 586 സർവശക്തിയോടും കൂടെ നെബൂഖദ്നേസർ കടന്നു വന്നു. ദേശത്തെ നശിപ്പിച്ചു. ദൈവാലയം തകർക്കപ്പെട്ടു, ഒന്നുമില്ലാതെയായി. അവർക്കുള്ളതെല്ലാം പ്ലണ്ടർ ചെയ്തുകൊണ്ട് പോയി. ദേശം പാഴും ശൂന്യവുമായതുപോലെ ആയിത്തീർന്നു. ഒരു നല്ല സമൂഹം പ്രവാസത്തിലേക്ക് കടന്നുപോയി. യിരെമ്യാ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുത്തതാണ്. 70 വർഷക്കാലം പ്രവാസത്തിൽ നിങ്ങൾ കഴിയുമെന്ന് യിരെമ്യാ 29:10 മുന്നറിയിപ്പ് കൊടുത്തതാണ്. അങ്ങനെയാണ് അവർ പ്രവാസത്തിൽ കഴിഞ്ഞുകൂടാനായി ഇടയായത്. ഈ 70 വർഷത്തിന് ശേഷം ദൈവം ഇവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് വിശ്വാസികൾക്കും ഇതിനകത്തുനിന്ന് മുന്നറിയിപ്പ് തരുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മുടെ മേൽ ചിലതൊക്കെ അയച്ച് തന്നിലേക്ക് മടക്കി വരുത്താൻ സമ്മർദ്ദം ചെലുത്തുന്നു. എന്നാൽ ഈ സമൂഹം ദൈവത്തെ അനുസരിക്കാഞ്ഞതുകൊണ്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില ദൂത് കിട്ടാൻ 2 ദിനവൃത്താന്ത പുസ്തകം 36-ാമത്തെ അധ്യായത്തിൻ്റെ എസ്രായുടെ പുസ്തകത്തിൻ്റെ നേരെ മുമ്പിലുള്ള പേജിലേക്ക് നോക്കിയാൽ മതി. സെദക്കിയാവിൻ്റെ കാലത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ട് നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് ദൈവം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു. എന്നാൽ എസ്രായുടെ പുസ്തകം ഈ ജനത്തിൻ്റെ യഥാസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. വളരെ സന്തോഷമുണ്ട് ആ പുസ്തകം വായിക്കാൻ. കാരണം അനുഗ്രഹത്തിലേക്ക് ജനം നീങ്ങുന്ന ഒരു പ്രത്യേക ദൂത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നോയിക്കാട്ടെ, ഇവിടെ നാം കാണുന്നത് ദൈവം ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കുന്നു, കോരേസ്. ഇങ്ങനെയാണ് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. പാഴ്സി രാജാവിൻ്റെ രാജാവായ കോരേസിൻ്റെ 1-ാമത്തെ ആണ്ടിൽ സൈറസ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ
ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ചില കരുക്കളൊക്കെ നീക്കുക. ബാബിലോണ്യ രാജാക്കന്മാരുടെ കാലത്ത് വളരെ അധികം പീഡനം അനുഭവിക്കുകയും അവരുടെ അടിമത്വത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ സമൂഹത്തിന് ദൈവം ഒരു വിടുതല അയക്കാൻ പോകും. അതിനുവേണ്ടി ദൈവം ബാബിലോണ്യ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു. ദൈവം കോരേസിനെ എഴുന്നേൽപ്പിച്ചു. അവൻ അധിപതിയായി തീർന്നു. അങ്ങനെ ഒരു വിടുതലിന് വേണ്ടിയിട്ടുള്ള സന്ദർഭം ഒരുക്കുകയാണ്. ആ കോരേസിനെ ഒന്ന് നോക്കാട്ടെ. ഇപ്രകാരമാണ് യെശയ്യാ 45:1 നാം കാണുന്നത്. യഹോവ തൻ്റെ അഭിഷക്തനായ കോരേസ്. അപ്പോൾ ദൈവം ഈ മനുഷ്യനെ തെരഞ്ഞെടുത്തു. ഒരു യഹോവ ഭക്തന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ അനോയിൻറ്റഡ് വൺസ്. ഞാനിപ്രകാരം അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയാനാകും. ദ ചോസൺ ബൈ ഗോഡ്. ഈ ഒരു കൃത്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യൻ എന്ന് മാത്രമല്ല, ആ മനുഷ്യനെ ദൈവം ശക്തീകരിച്ചു. 45:1 ഇപ്രകാരം വായിക്കുന്നു: അവന് ജാതികളെ കീഴടങ്ങി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവിൻ്റെ കാലത്ത് കോരേസ് രാജാവാകുന്നതിന് മുമ്പേ, പാഴ്സി രാജാവ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തതായി പറയുകയാണ്. ദൈവത്തിൻ്റെ മുൻ നിയമനമൊക്കെ എത്ര വലുതാണെന്ന് ഓർക്കണം. യെശയ്യാവിൻ്റെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്, പ്രവാസം ആരംഭിക്കുന്നതിന് മുമ്പേ പറയുകയാണ്, 70 വർഷം കഴിയുമ്പോൾ നിങ്ങളെ വിട്ടയക്കേണ്ടതിന് ഞാനൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. ആ കോരേസിനെ യഹോവ സ്നേഹിക്കുന്നു എന്നുപോലുമാണ് യെശയ്യാ 48:14 പറഞ്ഞിരിക്കുന്നത്. അവന് മുമ്പായി ദൈവം നടക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തിക്കാൻ വേണ്ടി ദൈവം ഒരു വിജാതീയ രാജാവിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവന് മുമ്പായി ദൈവം നടക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാനാണ്. ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കോരേസിൻ്റെ ഇടയൻ. യെശയ്യാ 44:28. അപ്പോൾ തൻ്റെ ജനത്തെ മേയ്ക്കാനായി ദൈവം ഒരു വിജാതീയനായ മനുഷ്യനെ കരുതാൻ ദൈവം ഉപയോഗിക്കുന്നു. അത് പറയുമ്പോൾ നിങ്ങളോർക്കും, അങ്ങനെ ദൈവം ചെയ്യുമോ? ചിലപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കാനും ദൈവത്തിൻ്റെ ജനത്തെ സഹായിക്കാനും ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി കരുതാനും ദൈവം ചിലപ്പോൾ അവിശ്വാസികളെ ഉപയോഗിക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. സഭയുടെ ചരിത്രത്തിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് അവർ വന്നിട്ടില്ലെങ്കിലും തമ്പുരാൻ ആ സമയത്ത് അവരെ ഉപയോഗിക്കുന്നു. സോ ഗോഡ് ചോസ് എ മാൻ. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. തൻ്റെ ഈ ഗാനം മനോഹരമായി പോകാൻ ബാബിലോണ്യ സാമ്രാജ്യത്തെ നീക്കി അധിപനായി വന്ന തൻ്റെ ജനത്തെ വിട്ടയക്കാൻ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരുവനെ നിയമിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഓർത്ത് ഹൃദയത്തിനകത്ത് നന്ദിയുള്ളവരായിരിക്കണം. ദാറ്റ് ഈസ് സ്റ്റിൽ ദ വേ ഗോഡ് വർക്ക്സ്. അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നാം പരിപൂർണമായി വിശ്വസിക്കണം. വി നീഡ് ടു ബിലീവ് ഇറ്റ്. രണ്ടാമത് ഇവിടെ കാണുന്നത് ദൈവം ഇങ്ങനെ മുന്നൊരുക്കുന്നു എന്ന് മാത്രമല്ല, ദൈവവചനത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധത. ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ഹിസ് വേർഡ്. ഇത് നമുക്കറിയാവുന്ന സത്യമാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് ആദ്യമായിട്ട് കേൾക്കുകയല്ല. ദൈവവചനം ധാരാളം മനസ്സിലാക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണ് ദൈവവചനം പഠിക്കുന്നത്. എന്നാൽ ഇത് നാം കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് അത് ആഴ്ന്നിറങ്ങിയിട്ടില്ല. ദൈവം ഒരു വചനം പറഞ്ഞാൽ അതിനോട് തമ്പുരാൻ അങ്ങ് കമ്മിറ്റഡാണ്.
എസ്രാ 1:1 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിക്കേണ്ടതിന്. ഈ കോരേസിനെയൊക്കെ രംഗത്ത് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാവോ? യിരെമ്യാവ് മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനം നിവർത്തിക്കണം. സോ ഇഫ് ഗോഡ് ഹസ് ഗിവൺ എ വേർഡ് ടു യു, അത് ഏത് കോരേസിനെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആരെ ആയാലും ദൈവം എഴുന്നേൽപ്പിച്ച് തൻ്റെ വചനം താൻ നിവർത്തിക്കും. അപ്പോൾ ഈ എസ്രായുടെ പുസ്തകത്തിൽ ഈ ജനം മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അതിനകത്ത് കാണണം, ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ഹിസ് വേർഡ്. യിരെമ്യാ 29:10 യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുന്നു. അത് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പേ പറഞ്ഞത് ദൈവം ഇപ്പോൾ നിവർത്തിക്കുകയാണ്. കോരേശൻ്റെ എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഈ സംഖ്യാപുസ്തകം 29:19 14 19 വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. വേറെ രീതിയിൽ ഞാനതൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞോട്ടെ. ഗോഡ് ഈസ് ഗോഡ്. ദൈവം ദൈവമാണ്. ദൈവം ദൈവമായതുകൊണ്ട് അവൻ്റെ വാക്കിന് അല്പം പോലും വ്യത്യാസം വരത്തില്ല. 70 എന്ന് പറഞ്ഞാൽ 70, വിടുവിക്കും എന്ന് പറഞ്ഞാൽ വിടുവിക്കും. ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ഹിസ് വേർഡ്. ഇനി നമുക്കവിടെ കാണാൻ കഴിയുന്നത് ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു എന്ന് മാത്രമല്ല, ദൈവം തൻ്റെ വാഗ്ദത്തത്തോട് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കാട്ടെ. അവിടെ വലിയ ഇടിമിന്നലൊന്നും നടന്നില്ല. ദൈവം കോരേസിൻ്റെ മനസ്സ് ഉണർത്തി. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ശാന്തമായി അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തട്ടി എഴുന്നേൽപ്പിക്കും ദൈവത്തിന് കഴിയും. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ചിന്താഗതി മാറ്റാൻ തമ്പുരാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ അധിപൻ്റെ മനസ്സിലേക്ക് തൻ്റെ ചിന്തകളെ കടത്തിവിടാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയാണ് എസ്രാ 1:1 പറഞ്ഞിരിക്കുന്നത്. പാഴ്സി രാജാവായ കോരേസിൻ്റെ 1-ാമത്തെ ആണ്ടിൽ യഹോവ പാഴ്സി രാജാവൻ ആയ കോരേസിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ഗോഡ് മൂവ്ഡ് ദ ഹാർട്ട്. ഇത് നമുക്ക് ആശ്വാസം തരണം. ഇന്നും ദൈവം അങ്ങനെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ഒരു രാത്രി കൊണ്ട് ഈ ഒരു രാജാവിൻ്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയുമെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇവിടെ കാണുന്നത്. എസ്തറിൻ്റെ കാലത്തും ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനായി തീരുമാനിച്ചതാണ്. എന്നാൽ അഹസ്വേരോസ് രാജാവിൻ്റെ ഹൃദയത്തിന് ഒരു ഇളക്കം തട്ടാൻ ദൈവത്തിന് ചരിത്ര പുസ്തകത്തിലെ ഒരു വാചകം മതി. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഗോഡ് മൂവ്സ് ദ ഹാർട്ട് ഓഫ് ദ ലീഡേഴ്സ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. സദൃശവാക്യക്കാരൻ അതിനെ ഇപ്രകാരം വർണ്ണിച്ചു: 21:1 രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. നമ്മൾ പറയുമോ അത് മനുഷ്യൻ വലിയ കഠിന ഹൃദയനാന്ന്. പക്ഷേ തമ്പുരാൻ്റെ കയ്യിൽ ആ ഹൃദയം നീർത്തോട് കണക്കിലാണ്. തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അതിനെ തിരിച്ചുവിടാൻ ഗോഡ് ക്യാൻ ടേൺ ദ ഡയറക്ഷൻ ഇൻ എനി വേ ഹി വോണ്ട്സ്. അതുകൊണ്ട് എത്ര കഠിനമായ ഹൃദയമുള്ളൊരു മനുഷ്യനാണ് ഭരിക്കുന്നത് എന്ന് ചിന്തിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ അവൻ്റെ ഹൃദയം നീർത്തോട് കണക്കെ ഇരിക്കുന്നു. ഗോഡ് മൂവ്ഡ് ദ ഹാർട്ട്. രാജാവിൻ്റെ ഹൃദയത്തെ മാത്രമല്ല,
എസ്രായുടെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ യഹൂദയുടെയും ബെന്യാമിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തിയ ഏവരും. ഒരു 50,000 പേര് നമ്മൾ ആ കണക്കിലേക്ക് വരും. 50,000 പേരോളം ഇറങ്ങി തിരിച്ചു. അതിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി പറഞ്ഞെങ്കിലേ ഈ ഉണർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാകത്തുള്ളൂ. അവരിറങ്ങിത്തിരിക്കാൻ കാരണം അവരുടെ ഹൃദയത്തെ തമ്പുരാൻ ഉണർത്തി. ഇന്ന് നമുക്കൊരു ഉണർവ് ആവശ്യമാണ്. ഉണർവ് നടക്കണമെങ്കിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഗോഡ് ഹാസ് ടു മൂവ്. ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചെങ്കിലേ ഉണർവിൻ്റെ അനുഭവം ജനത്തിൻ്റെ നടുവിലുണ്ടാകത്തുള്ളൂ. ഈ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ മടങ്ങിപ്പോക്കിൻ്റെ ആരംഭം എവിടെയാണ്? ദൈവം കോരേസിൻ്റെ മനസ്സിനെ ഉണർത്തി. ദൈവം ചില വ്യക്തികളുടെ ഹൃദയത്തെ ഉണർത്തി. അപ്പോൾ ഗോഡ് മൂവ്സ്. ഇന്നും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വേദഭാഗത്തേക്ക് വരണം. വെളിപ്പാട് പുസ്തകം 18:4 ഈ മഹദിയാം ബാബിലോൺ, അതായത് വ്യാജസഭയുടെ ഒരു വലിയ ഒരു സിമ്പിളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവളെ വിട്ട് നീ പോരണം, കം ഔട്ട് ഓഫ് ഹർ. തമ്പുരാൻ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ആത്മീകമായിട്ടുള്ള തണുത്ത അനുഭവത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ നീക്കം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയത്തെ തട്ടണം. ഉണർത്തപ്പെട്ടവരെ ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. ഹൃദയത്തിൽ ഈ ദൂത് തട്ടിയെങ്കിലേ എഴുന്നേൽക്കത്തുള്ളൂ. നമുക്കത് കാണാനായിട്ട് കഴിയും. ദൈവം ഉണർത്തിയപ്പോൾ കോരേസ് എന്ത് ചെയ്തെന്ന് നോക്കാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ഈ ദൈവത്തിൻ്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അതിനെ പ്രതികരിക്കണമെന്നില്ലല്ലോ. കോരേസ് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ദൈവം അവൻ്റെ മനസ്സിനെ ഉണർത്തി. അപ്പോൾ അവിടെ എനിക്ക് ലഭിക്കുന്നൊരു ദൂതുണ്ട്. ഈ ഉണർത്തപ്പെട്ട മനസ്സെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്ദേശത്തിന് സെൻസിറ്റീവായിട്ടുള്ള മനസ്സാണ്. ദൈവസന്ദേശം വരുമ്പോൾ അത് തട്ടുന്ന ഹൃദയങ്ങളാണ്. അങ്ങനെ ഒരു ആത്മാവാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. അതുമാത്രം അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അവനല്ലോ യെരുശലേമിലെ ദൈവം. 4-ാമത്തെ വാക്യത്തിൻ്റെ നടുഭാഗത്ത് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം ശക്തമായി ഉദിച്ചു. യെരുശലേമിലെ ദൈവമാണ് സത്യ ദൈവം, അവനാണ് ദൈവം. ഹീ ഈസ് ഗോഡ്. ആ ഒരു കാഴ്ചപ്പാട് അവന് കിട്ടി. ഒരു പക്ഷേ ദാനിയേലിൻ്റെ ജീവിതം, എബ്രായ ബാലന്മാരുടെ സാക്ഷ്യം, എരിതിയിൽ ജ്വലിച്ചു പ്രകാശിച്ച വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കോരേസിൻ്റെ മനസ്സിൽ ചരിത്രത്തിൽ നിന്ന് തട്ടിക്കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവൻ പറയുകയാണ്, യഹോവയാണ് ദൈവം, അവനാണ് ദൈവം. ഈ മനസ്സ് തട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ആ കേട്ടത്, ഒരു അശരീരി കേട്ടെന്നല്ല. നോക്കിക്കാട്ടെ, അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരാലയം പണിയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വാട്ട് ഡിഡ് യു ഹിയർ? ഐ ഹേർഡ് സംതിങ്. എന്തോ എന്ന് കേട്ടെന്നല്ല പറഞ്ഞേ. ഈ ദൈവത്തിനൊരാലയം പണിയാൻ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സുണർത്തപ്പെട്ടതിൻ്റെ കാരണം ഈ ദൂത് അവൻ കേട്ടു എന്നുള്ളതാണ്. കോരേസ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കോരേസ് പ്രതികരിച്ചു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവനെ ഉണർത്തിയിട്ട്, നോക്കിക്കാട്ടെ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, കോരേസിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട്
ഫുൾ സ്റ്റോപ്പല്ല, അവിടെ ഒരു കുത്തില്ല. അവൻ തൻ്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. റെസ്പോൺസ് ആയില്ലയോ? ആ കോരേശ് എത്ര നല്ല മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിക്കുക. ഉണർത്തപ്പെട്ട് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പ്രതികരിച്ചു. ദേശത്തെല്ലായിടത്തും വിളംബരം. ഹി ആക്റ്റഡ് ഓൺ ഇറ്റ്. ഇനി നമുക്ക് നോക്കാം, ദൈവം ജനത്തിൻ്റെ മനസ്സിനെ ഉണർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു. ഇങ്ങനെയാണ് നാം വായിക്കുന്ന 5-ാം വാക്യം. യഹൂദയുടെയും ബെന്യാമിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും. അപ്പോൾ ഒന്നാമത് പല തട്ടിലുള്ളവരെ തമ്പുരാൻ തൊട്ടു. പിതൃഭവന തലവന്മാരെ തൊട്ടു, ലേവ്യരെ തൊട്ടു, ബെന്യാമീൻ്റെ ഗോത്രത്തിലുള്ളവരെ തൊട്ടു, പുരോഹിതനെയും തൊട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവം ഉണർത്തിയ ഏവനും എന്ന് പറഞ്ഞാൽ ഉണർത്തപ്പെട്ട ഏവനും. അപ്പോൾ ഈ രാജാവ് ദൈവവചനത്തിന് സെൻസിറ്റീവ് ആയിരുന്ന പോലെ ഈ ജനവും ഈ ഉണർത്തപ്പെട്ടവരെല്ലാം ദൈവവചനത്തിന് വളരെ സെൻസിറ്റീവായിരുന്നു. ദൈവവചനം കേട്ട് മാർക്കിടുകയല്ല, നല്ലതായിരുന്നു, നല്ല ആശയമായിരുന്നെന്നല്ല, ഇതുവരെ മനസ്സിലായില്ല, ഇപ്പോഴാണിത് മനസ്സിലായത്. അങ്ങനെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ പല രീതിയിലാണല്ലോ പ്രതികരണം. ഇതുവരെ ഈ സത്യം കേട്ടിട്ടില്ല കേട്ടോ, ഇപ്പോഴാണിത് മനസ്സിലായത്. ഇതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് വാട്ട് ഡസ് ഇറ്റ് ഡു ടു യുവർ ഹാർട്ട്? ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ എന്തുവാ ചെയ്യുന്നത്? ഈ ജനത്തിന് കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയം ഉണർന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഉണർന്നു. എന്നാൽ ഏകദേശം 6 ലക്ഷം പേരോളം ഉള്ള ഈ എണ്ണം എന്ന് പറയുന്നത് തിട്ടമുള്ളതല്ല, എങ്കിലും ഒരുപാട് ജനമുണ്ടായിരുന്നു. ഏകദേശം 50,000 പേരെ മടങ്ങി വന്നുള്ളൂ. 62-ാമത്തെ അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യത്തിൽ 42,360 പേര്, പിന്നെ 7,337 ദാസീദാസന്മാർ, 200 പാട്ടുകാർ, എല്ലാം കൂടെ കൂട്ടി ഏകദേശം 50,000 പേര്. ആരോ ഒരാൾ കണക്ക് കൂട്ടിയേച്ച് പറഞ്ഞു, 6 പേരിൽ ഒരാൾ. ദൈവത്തിൻ്റെ ദൂത് വന്നു, പക്ഷെ പോകാൻ 1 ഔട്ട് ഓഫ് 6. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇരമ്യ 29-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ അദ്ദേഹം ഒരു കത്തെഴുതി അയക്കുകയായിരുന്നു പ്രവാസത്തിലിരിക്കുന്നവരോട്. അവിടെ ചെന്ന് നിങ്ങളവിടെ പാർക്കുമ്പോൾ നിങ്ങളവിടെ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടാക്കണം, നിങ്ങളവിടെ വിവാഹം കഴിക്കണം, നിങ്ങളവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം, അവിടെ വസിക്കണം, ദേശത്തെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ബി നോർമൽ പീപ്പിൾ ദേർ. ദൈവത്തിൻ്റെ ജനമല്ലയോ, അവരെ എന്തെങ്കിലും ചെയ്താൽ ശോഭിക്കാതിരിക്കുമോ? നമുക്ക് ആ കൂട്ടത്തെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലയോ. അവരൊരു കാര്യം ചെയ്താൽ അത് വർദ്ധിക്കും, വളരെ വർദ്ധിക്കും. അപ്പോൾ ഏകദേശം 70 വർഷക്കാലം ബിസിനസ്സും കൃഷിയും ഒക്കെ ചെയ്ത് ഒരുമാതിരിയൊക്കെ വേരുറച്ചിരിക്കുമ്പോഴാണ് പോകാൻ പറയുന്നത്. കൊണ്ടുവന്നത് അയച്ചത് ദൈവമല്ലയോ, ഇവിടെ വർദ്ധിപ്പിച്ചതും ദൈവമല്ലയോ. അപ്പോൾ ഈ പോകാൻ പറയുന്നത് അവരുടെ ആ ലോജിക്കിനകത്തോട്ട് ചേരുന്നില്ല. ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇത് വലിയ ശരിയാണ്. അനേകരും ഈ കംഫർട്ട് സോണിനകത്ത് അങ്ങ് ഉറച്ചു. അപ്പോൾ തമ്പുരാൻ കൊണ്ടുവന്ന് ഉറപ്പിച്ച കംഫർട്ട് സോണാകട്ടോ. ഇനിയും നീങ്ങണമെന്ന് പറയുമ്പോൾ ഒരല്പം പ്രയാസമാണ്, അങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് രാജാവ് അന്ന് 6 ലക്ഷം പേരും പോകുന്നെന്ന് പറഞ്ഞാൽ രാജാവ് 6 ലക്ഷത്തിനേയും അയച്ചേനെ. പക്ഷേ 50 പോയുള്ളൂ. ഡിഡ് നോട്ട് റെസ്പോണ്ട്. ഇന്നും ഏകദേശം
ഈ അനുഭവം നമ്മൾ പിന്തുടരുകയാണ്. അപ്പോൾ അവർ ചിന്തിച്ച് കാണും, ഓ ഞങ്ങൾ പോയില്ലേ എന്നാ ഇവിടെ തന്നെ ഒരു സാക്ഷ്യമുള്ള ജീവിതം അങ്ങ് നയിച്ചാൽ പോരെ. കർത്താവിന് അവിടെയും സാക്ഷിക്കാം, ഇവിടെയും സാക്ഷിക്കാമല്ലോ, ഇവിടെയും സാക്ഷിക്കാൻ ആൾ വേണമല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം അനുസരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്നും ഒരു മൈനോറിറ്റി ദൈവത്തിൻ്റെ മൂവിനകത്ത് വരുന്നത്, ഒരു മൈനോറിറ്റിയേ ഉള്ളൂ. ഈ പ്രവാസത്തിൽ ഫ്ലറിഷ് ചെയ്തവരുടെ ചരിത്രം എവിടെ ആയിത്തീർന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്വന്തം ദേശത്ത് മടങ്ങി വരാൻ ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം കൽപ്പിച്ച് മടങ്ങി വന്നവനെയെല്ലാം എത്ര ഭംഗിയായിട്ടാണ് അവൻ്റെ കുടുംബത്തെക്കുറിച്ചും പോയവനെക്കുറിച്ചും അവൻ്റെ ചരിത്രത്തെക്കുറിച്ചും 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഞാൻ പ്രത്യേകമായ എണ്ണിയിൽ ഏകദേശം 12 കുടുംബത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ ഗോഡ്സ് ഹിസ്റ്ററി ബുക്ക് ഹൂ കെയിം, ദൈവത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ആര് വന്നു? ദൈവം മനസ്സുണർത്തിയപ്പോൾ 100,000 ഒഴികഴിവ് കണ്ടെത്താതെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഈ കോരേസ് കീഴ്പ്പെട്ടതുപോലെ ജനം കീഴ്പ്പെട്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. വെരി ഫ്യൂ മൂവ്ഡ്. ദൈവം നമ്മോടും സംസാരിക്കുന്നു. ഒട്ടും താമസിച്ച് പോയിട്ടില്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ഇപ്പോഴത്തെ കംഫർട്ട് സോൺ നോക്കരുതേ. തമ്പുരാൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ അങ്ങ് ചെയ്തേക്കണം. അതിൻ്റെ ലോജിക്കൊന്നും നമുക്ക് മനസ്സിലാക്കണ്ട. അവരെന്തെല്ലാം പറഞ്ഞതിനെന്നറിയാം, അയ്യോ ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്, ഞങ്ങളൊക്കെ ചെയ്ത ബിസിനസ്സിനെ ഇത്രയും വലുതാക്കിയത്, ഈ കൃഷി മുന്തിരിത്തോട്ടമൊക്കെ ഇത്രയും വർദ്ധിപ്പിച്ചത് തമ്പുരാൻ, ഇത് ഇട്ടേച്ച് പോകണമെന്ന് പറയുമ്പോൾ ഒബേ വാട്ട് ദ ലോർഡ് ടെൽസ് യു, ദൈവം പറയുന്നത് അനുസരിക്കുക. ഓ ദർ ഇസ് ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അന്ന് ഇറങ്ങിത്തിരിച്ചവനെ എല്ലാം പേര് സഹിതം കുടുംബസഹിതം തമ്പുരാൻ എഴുതി അങ്ങ് രേഖപ്പെടുത്തി. എന്താണ് ഈ മടങ്ങി വന്ന സമൂഹത്തിൽ നിന്ന് നാം പഠിക്കുന്നത്? ഒന്ന്, ദൈവം തൻ്റെ ജനത്തെ മറക്കത്തില്ല, ഒരു കാലത്തും മറക്കത്തില്ല. പ്രവാസത്തിലായിപ്പോയതുകൊണ്ട് മറക്കുമോ? കനാനിലാണേലേ ഓർക്കത്തുള്ളൂ. ഈ ജനം പ്രവാസത്തിൽ വസിക്കുമ്പോഴും തമ്പുരാൻ അവരെ ഓർക്കും. 70 വർഷം കഴിഞ്ഞു പോയത് കൊണ്ട് ഓർമ്മയെന്ന് പോയോ? മനുഷ്യൻ്റെ ഓർമ്മയെന്ന് പോകും. 70 വേണ്ട, 7 മാസം കഴിഞ്ഞാൽ മതി, ഓർക്കത്ത് പോലും ഇല്ല. ഞാനീ മരണത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോസ്റ്റിൽ വരെ ഇങ്ങനെ ഒരു ചിത്രം അങ്ങ് ഒട്ടിക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഈ മഴയെല്ലാം പെയ്ത് ഈ പടമെല്ലാം അങ്ങ് പോകും. പിന്നെ ഏകദേശം ഓർമ്മയെന്നും പോകും. ഞങ്ങൾ ഈയിടെ തമ്മിൽ ചിന്തിച്ചു, പിന്നെ ഓർക്കാൻ സാധ്യതയുള്ള പിള്ളേരാണ്, മക്കളാണ്, അതും ചിലപ്പോൾ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ തമ്പുരാൻ്റെ ചരിത്ര പുസ്തകത്തിൽ വരണം. ദൈവം മറക്കത്തേയില്ല. ഗോഡ് വിൽ നെവർ ഫർഗെറ്റ്. എത്ര വർഷം കഴിഞ്ഞാലും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. പ്രവാസത്തിൽ വസിക്കുന്ന ജനത്തിന് നമ്മളോട് പറയാനൊരു ദൂതുണ്ട്. നാട്ടിൽ നിന്ന് പോന്നിട്ട് 70 വർഷക്കാലം കഴിഞ്ഞു. അവരെ ഒരു തലമുറയ്ക്ക് നാടെന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല. കനാൻ ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല, കണ്ടിട്ടില്ല. എന്നാൽ ദൈവം അവരെ ഓർത്തു. 2,
ദൈവം തൻ്റെ വാഗ്ദത്തം എന്തു വന്നാലും നിറവേറ്റും. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്തം 36:22 യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേസിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരേസിൻ്റെ മനസ്സുണർത്തി. കോരേസിൻ്റെ മനസ്സുണർത്തിയത് പ്രവാചകനിൽ കൂടെ പറഞ്ഞ വാഗ്ദത്വം നിവർത്തിക്കേണ്ടത്. ഗോഡ് വിൽ കീപ്പ് ഹിസ് പ്രോമിസസ്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണേ, യിരെമ്യാ പ്രവാചകനിൽ കൂടെ പറഞ്ഞത് മാത്രമല്ല, ഈ ജനത്തെക്കുറിച്ച് ഈ ജനത്തിൻ്റെ പിതാവായ അബ്രഹാം ഉണ്ടല്ലോ, അബ്രഹാം പരദേശിയായി പാർക്കുമ്പോൾ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ തമ്പുരാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇല്ലയോ? മറക്കത്തില്ല. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവരുടെ പിതാക്കന്മാരോടും പറഞ്ഞ വാഗ്ദത്തം, ദ പ്രോമിസസ് ഗോഡ് മെയ്ഡ് ടു ദെയർ ഫോർഫാദേഴ്സ് ദ ലോർഡ് വിൽ നെവർ 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 ഫോർഗെറ്റ്. നെഹമ്യാവിൻ്റെ ഈ എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ നമ്മോട് പറയുന്നു, ഗോഡ് വിൽ നെവർ ഫോർഗെറ്റ് യു. ദൈവം മറക്കത്തില്ല കേട്ടോ. 2, ദൈവം ചെയ്ത വാഗ്ദത്തം ഒരിക്കലും ദൈവം വിട്ടുകളയത്തില്ല. ഇവിടെ എനിക്ക് സന്തോഷം, ഈ തോറ്റ ജനത്തിനും ഇതിൽ ഉറയ്ക്കാം. ഈ ജയിച്ചവന് മാത്രമല്ല ഈ പറഞ്ഞ സത്യം. ജയിക്കുന്നവർക്ക് പലപ്പോഴും ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ട്, തമ്പുരാൻ വാഗ്ദത്തം നിറവേറ്റും. ഇവിടെ നമ്മൾ കാണുന്നത് പരാജയപ്പെട്ട പ്രവാസികളാണ്. പ്രവാസികൾക്ക് ഉറയ്ക്കാം, ഞാൻ പരാജയപ്പെട്ടാലും ദൈവം മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ആക്ഷരികമായി നിവർത്തിക്കും. 3, ഈ പുസ്തകം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ദൈവം കരുണ കാണിക്കും. എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം കോരേസിൻ്റെ മനസ്സിനെ ഉണർത്തി ഇവരെ വിട്ടയക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടി ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയട്ടെ. 3-ാം വാക്യത്തിൽ ഈ കരുണ, ഒരു കരുണയല്ലേ ഇത്? അധികാരിയായ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു കൽപ്പന, ചെയ്യേണ്ട ജോലിയെക്കുറിച്ചും കൊടുക്കേണ്ട കരത്തെക്കുറിച്ചുമുള്ളൊരു കൽപ്പനയല്ലിത്. നിങ്ങൾക്ക് പോകാമെന്നുള്ള മേഴ്സിയാണ്, ഇല്ലയോ? കരുണയാണ്. ദ മേഴ്സി ഓഫ് ഗോഡ്. എന്നെ ശ്രദ്ധയെ ആകർഷിച്ചൊരു കാര്യമുണ്ട്. ഇവരുടെ പ്രവാസകാലം തന്നെ തമ്പുരാൻ്റെ കരുണയായിരുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ ഒക്കുമോ? ഈവൻ ദെയർ ക്യാപ്റ്റിവിറ്റി വാസ് നോട്ട് ഓൺലി ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്, ഇറ്റ് വാസ് ഗോഡ്സ് മേഴ്സി ഇൻ ദ ജഡ്ജ്മെൻറ്റ്. ഞാൻ ഹബക്കൂക്കിൻ്റെ ഒരു വാക്യം ഒന്ന് പറയട്ടെ. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഹബക്കൂക്ക് 3:1 ഇങ്ങനെയാണ് പറഞ്ഞത്, ലോർഡ് ഇൻ യുവർ റോത്ത് റിമെമ്പർ മേഴ്സി. ക്രോധത്തിൽ കരുണ ഓർക്കണേ ദൈവം എന്ന്. അപ്പോൾ തമ്പുരാൻ്റെ ക്രോധത്തിനകത്തൊരു കരുണയുണ്ടോ? ഈ ജനം തിരിച്ചു വരുമ്പം പറയും, എന്തു പറയുമെന്നറിയാവോ? അതിനകത്തൊരു കരുണയുണ്ട്. വിഗ്രഹാരാധികൾ ആയതുകൊണ്ടാണ്, ദൈവത്തെ വിട്ടുപോയതുകൊണ്ടാണ്. ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കണം. ദൈവം അല്ലാത്തതിൻ്റെ പിന്നാലെ മറ്റ് വിജാതികളെ പോലെ അനുകരിച്ചത് കൊണ്ടാണ് തമ്പുരാൻ അവരെ അങ്ങോട്ട് അയച്ചത്. പക്ഷേ അയച്ച് ആ ക്രോധത്തിനകത്തൂടെ പോയി തിരിച്ചു വന്നപ്പോൾ വിഗ്രഹാരാധന പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. They never went back to idolatry. അപ്പോൾ ആ ക്രോധത്തിനകത്തൊരു കരുണയുണ്ടായി, അവൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. See, even in God's wrath, there is a mercy. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുക കേട്ടോ. തമ്പുരാൻ ഓർക്കും. 2, തമ്പുരാൻ തൻ്റെ വാഗ്ദത്തം വിട്ടുകളയത്തില്ല. നമ്മോടുള്ളത് മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാരോടുള്ളത് വിട്ടുകളയത്തില്ല.
3, ക്രോധത്തിൽ കരുണയോർക്കും. 4, തമ്പുരാൻ്റെ വാക്ക് കേട്ടൊക്കെ ഇറങ്ങി തിരിച്ചാലേ. അപ്പോൾ അവർ ചിന്തിച്ച് കാണും, ഇവിടെ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട്, കിണറുമുണ്ട്, വീടുമുണ്ട്, ചുറ്റുപാടൊക്കെ ഉണ്ട്, അഭിവൃദ്ധിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന ദേശം പിതാക്കന്മാരുടെ രാജ്യമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അവിടെ ഒന്നും ചെയ്ത് പരിചയവുമില്ല. അവിടുത്തെ കാലാവസ്ഥ അറിയത്തുമില്ല, എന്താണെന്നൊരു പിടിയുമില്ല. പക്ഷേ തമ്പുരാൻ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിത്തിരിച്ചവൻ്റെ എല്ലാം കൈ നിറയെ തമ്പുരാൻ കൊടുത്താണ് വിട്ടത്. എനിക്കതിൽ സന്തോഷമുണ്ട്. രാജാവ് പറഞ്ഞു, ഇങ്ങനെയാണ് നാം വായിക്കുന്നത് 4-ാം വാക്യത്തിൽ, ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതാത് സ്ഥലത്തെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി എന്നിവയിലും യെരുശലേമിലെ ദൈവാലയം വഹിക്കായി ഔദാര്യമായി സഹായം ചെയ്യണം. താഴോട്ടുള്ള വാക്യത്തിൽ 8, 9, 10 വാക്യത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്നതെല്ലാം എടുപ്പിച്ച് ദൈവം തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ബാബേലിൽ നിന്നുള്ളത് ചിലതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തെന്ന് മാത്രമല്ല, രാജാവ് ഒരു കൽപ്പന എഴുതി, ഇവരവിടെ ചെല്ലുമ്പോൾ സ്വദേശവാസികൾ ഒരു കാര്യം ചെയ്യണം, ഔദാര്യമായി അവർ കൊടുക്കണം. ഔദാര്യമായി കൊടുക്കണം. ഗോഡ് കെയർസ്. അപ്പോൾ യഥാസ്ഥാനപ്പെടാൻ തീരുമാനിച്ചാൽ, തമ്പുരാൻ ഉണർത്തുമ്പോൾ അനുസരിക്കാൻ തീരുമാനിച്ചാൽ, അനുസരണത്തിൻ്റെ വഴിയിൽ വേണ്ടുന്നതെല്ലാം തമ്പുരാൻ തരും. എങ്ങനെ പണിയുമെന്ന് ആലോചിക്കേണ്ട, പണിയേണ്ടതൊക്കെ തമ്പുരാൻ തരും. പണിയാൻ ഒരുമ്പെട്ടാൽ മതി. അയ്യോ, ദൈവരാജ്യത്തിൻ്റെ വലിയൊരു പ്രമാണമാണ്. പണിയാൻ ഒരുമ്പെട്ടാൽ മതി. യു ബി റെഡി ടു ഡു വാട്ട് ഗോഡ് ടെൽസ് യു. പ്രൊവിഷൻ ഈസ് ഹിസ് കൺസേൺ. അത് തമ്പുരാൻ്റെ പരിപാടിയാണ്. ഹീ വിൽ ടേക്ക് കെയർ. അത് ബാബേലിൽ നിന്ന് കൊടുത്തയക്കണോ, സ്വദേശവാസി തരണോ, അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ മേളിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അവരാലയം പണിതു, അവരവിടെ പാർത്തു, അവരാരാധിച്ചു. എത്ര മനോഹരമായ ചിത്രീകരണം. ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നു യഥാസ്ഥാനപ്പെടുവാൻ, മടങ്ങി വരുവാൻ. ദൈവം മനസ്സ് ഉണർത്തുന്നു. ഉണർത്തുന്ന സമയത്ത് ഏത് കാലത്ത് ഓർത്തോണേ, ഈ 2 വർഷം ഈ ബൈബിൾ സ്റ്റഡി മാത്രമല്ല, ദൈവത്തിൻ്റെ മക്കൾ താല്പര്യമുള്ളതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2-3 സന്ദേശവേലും കേൾക്കുന്നവരാണ് ഈ സാധാരണ താല്പര്യമുള്ള ദൈവമക്കൾ. പിന്നീട് ചെറിയ ആശയങ്ങളും ചെറിയ തോട്ട്സും എല്ലാം കൂടെ കൂട്ടിയാൽ കേൾക്കുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നൊരു കാലഘട്ടമാണ്. വി ആർ ഗോയിങ് ടു കം ഔട്ട്. ചിലതൊക്കെ അനുസരിക്കാനുള്ള തീരുമാനത്തോടെ പുറത്തു വരണം. ദൈവം മനസ്സ് ഉണർത്തി എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാനോ തിരുത്താനോ യഥാസ്ഥാനപ്പെടാനോ പുറപ്പെടാനോ. അപ്പോൾ തമ്പുരാനെ 45 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനാണെന്നൊന്നും പറയണ്ട. തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് അനുസരിച്ചാൽ മതി. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു. ദൈവം കരുതിക്കൊള്ളും, ദൈവം നടത്തിക്കൊള്ളും. പോകുന്ന വഴിയിൽ ആപത്തുണ്ടാകുമോ, അത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഭൃത്യന്മാരെ അയക്കണമെങ്കിൽ തമ്പുരാൻ അയക്കും. ഇനിയും ഭൃത്യന്മാരെ അയച്ചില്ലെങ്കിൽ ദൂതന്മാരെ ഇറക്കണമെന്ന് തീരുമാനിച്ചാൽ തമ്പുരാൻ ദൂതനെ ഇറക്കും. ഇറങ്ങിത്തിരിക്കുന്നവനെ എത്തിക്കുന്നത് തമ്പുരാനാണ്. കാരണം ഉണർത്തിയത് ദൈവമല്ലയോ, പോകാൻ പറഞ്ഞത് അവനില്ലയോ. ഏകദേശം 50,000 പേര് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിച്ചു. അവരുടെ ചരിത്രം അവസാനിക്കുമ്പോൾ അവരെന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ? വഴിയിൽ പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായി. എങ്കിലും സെരുബാബേലിൻ്റെ കൈ അടിസ്ഥാനമിട്ടത് സെരുബാബേലിൻ്റെ കൈ കൊണ്ട് തന്നെ പൂർത്തീകരിച്ച് അവർക്ക് സ്തോത്രം പാടി സന്തോഷിക്കാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. എസ്രായുടെ പുസ്തകം എ ബുക്ക് ഓഫ് റിസ്റ്ററേഷൻ. ദീർഘവർഷങ്ങൾ പ്രവാസികളായി പാർത്തിരുന്നവർക്ക്
മടങ്ങിപ്പോകാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു രാജാവും, ഉണർത്തപ്പെട്ട ജനത്തിൻ്റെ യാത്രയും, ഉണർത്തപ്പെട്ട ജനത്തിന് വേണ്ടുന്നതൊക്കെ കരുതുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ കരവും ഈ 1-ാമത്തെ അധ്യായത്തിൽ നാം കാണും. അതുകൊണ്ട് അത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി. ഏഴകളിൻ നടുവിൽ കർത്താവേ, ഞങ്ങളുടെ നടുവിൽ ഒന്ന് വരണേ, ഞങ്ങളെ ഒന്ന് ഉണർത്തണേ കർത്താവേ. സാടകൂടഞ്ഞെഴുന്നേറ്റ് ദൈവം വെച്ചിരിക്കുന്ന ജൈത്രയാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. ദർ ഈസ് എ ജേർണി. ഇതൊരു പ്രവാചക ശബ്ദം പോലെ നിങ്ങൾ കേൾക്കുക. ഗോഡ് ഹസ് പ്ലാൻഡ് എ ജേർണി ഫോർ യു. ദൈവം നമുക്ക് ഒരു യാത്ര വെച്ചിട്ടുണ്ട്. ആ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.